എറണാകുളം രൂപതയിൽ പിറന്ന എല്ലാ വ്യാജരേഖകളുടെയും പിതാവായ ഷൈപ്പു അന്തോണിയുടെ പുതിയ വെളിപ്പെടുത്തൽ. എറണാകുളം അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലുള്ള മഹനീയ വ്യക്തിയാണ് ഷൈപ്പു അന്തോണി എന്ന കന്നടക്കാരൻ. എറണാകുളത്തുകാരുടെ മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഈ കന്നടക്കാരൻ തന്റെ ഉടമസ്ഥതയിലുള്ള കുറുക്കൻ ചാനലിലൂടെ തനിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് രസിച്ച് ചോര കുടിക്കുന്ന ആ പഴയ കുറുക്കന്റെ തന്ത്രമാണ് ഷൈപ്പു അന്തോണി പയറ്റുന്നത്. നമ്മുടെ പഴയ കുറുക്കന്റെ കഥയിലെ നായകന് സംഭവിച്ചത് തന്നെയാണ് ഈ അഭിനവ കുറുക്കനും സംഭവിക്കാൻ പോകുന്നത്. സീറോ മലബാർ സഭയിലെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ രാജി സ്വീകരിക്കുകയും സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി സെബാസ്റ്റ്യൻ വാണിയംപുരയ്ക്കൽ പിതാവിനെ നിയമിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് മാർപ്പാപ്പ ഇറക്കിയിരുന്നു. ആ ഉത്തരവിന്റെ കൂടെ സീറോ മലബാർ സഭയിലെ എറണാകുളത്തെ അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി ഒരു കത്ത് നൽകുകയും ചെയ്തു. പിതാവ് മുമ്പ് നൽകിയ കത്തുകളൊന്നും പള്ളികളിൽ വായിച്ചിട്ടില്ലാത്തതിനാൽ ഈ വീഡിയോ സന്ദേശം വഴി ഇക്കാര്യങ്ങൾ സഭയിലെ വിശ്വാസികളെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം ഈ കത്ത് വത്തിക്കാന്റെ ഔദ്യോഗിക ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനാൽ ഈ സന്ദേശം വ്യാജമാണെന്ന് പറയാൻ വ്യാജരേഖയുടെ ആശാന്മാർക്ക് പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ആ കത്ത് മാർപ്പാപ്പയെ കൊണ്ട് വേറെ ആരെങ്കിലും എഴുതിച്ചതാണെന്ന് സ്ഥാപിക്കാനായി അടുത്ത ശ്രമം. കത്തിലെ തെറ്റുകൾ കണ്ടെത്താൻ ഷൈപ്പുവിന്റെ നേതൃത്വത്തിൽ വൻ ഗവേഷണം നടത്തി. അപ്പോൾ 12-ാം ഖണ്ഡികയിലെ ഒരു വരി ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ ആർച്ച് ബിഷപ്പിനെ അനുസരിക്കണം എന്നതായിരുന്നു അത്. സഭയിലെ ആർച്ച് ബിഷപ്പിനെ പുറത്താക്കിയ അന്ന് തന്നെ പുറത്തു വന്ന കത്തിൽ ആർച്ച് ബിഷപ്പിനെ അനുസരിക്കണമെന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണെന്നും അതിനാൽ കത്തു തന്നെ തെറ്റാണെന്നും ഷൈപ്പു തന്റെ കുറുക്കൽ ചാനലിലൂടെ പ്രസ്താവിച്ചു. എന്നാൽ സഭാതലവന്റെ ചുമതലകൾ നൽകി ഒരാളെ നിയമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ അനുസരിക്കണമെന്നും അധികം വൈകാതെ പുതിയ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തെയും അനുസരിക്കണമെന്നുമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞതെന്ന് ചോറുണ്ണുന്ന എല്ലാ വിശ്വാസികൾക്കും മനസ്സിലായി. അല്ലാതെ ഷൈപ്പു നനച്ചതുപോലെ പുതിയ ആർച്ച് ബിഷപ്പ് ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിശ്വാസികൾ കരുതിയിരുന്നില്ല. മാർപ്പാപ്പയുടെ നിലപാടുകൾ അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പറയുന്ന വെള്ളലോഹധാരികളുടെ നേതാവിൽ നിന്ന് ഇങ്ങനെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ? അധികം വൈകാതെ മറ്റൊരു കഥയുമായി ഷൈപ്പുവിന്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.